ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ 7th സ്റ്റാൻഡേർഡിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ദ്വാദശഃ പാഠഃ വീരാംഗന പന്നാധായ എന്ന ലെസൺ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ്. അപ്പോൾ ബൻവീരസ്യ കുതന്ത്രം ജ്ഞാത്വ പന്നാധായ കിമകരോത്. പന്നാധായ എന്ത് ചെയ്തു? കുതന്ത്രം കണ്ടിട്ട് സ്വപുത്രം ചന്ദനം ശായിതവതി കുത്ര ഉദയസിംഹസ്യ ശയനസ്ഥലേ. പിന്നെന്ത് സംഭവിച്ചു? തഥാ ബൻവീരഃ കിമകരോത്. ബൻവീരഃ സഹ ഉദയസിംഹം മത്വാ ചന്ദനം അമാരയത്ത്, കൊന്നു. ഇതുവരെയാണ് പറഞ്ഞു തന്നത്. അപ്പോൾ നെക്സ്റ്റ് പേജ് നമ്പർ 129 നോക്കിക്കോളൂ. ബാക്കി നോക്കാം. പന്നാധായായാः നിർണയः അകൽപ്പനീയः ആസീത്. വ്യക്തിഹിതം ന രാഷ്ട്രഹിതം ഏവ ശ്രേഷ്ഠം ഇതി സ ജാനാതി സ്മ. തസ്യാः പുത്രസ്തു ദിവംഗതഃ പരം സാ മേവാടരാജ്യം ബൻവീരസ്യ കുതന്ത്രാത് അരക്ഷത്. പന്നാധായാः നിർണയः അകൽപ്പനീയः. അകൽപ്പനീയः എന്ന് പറഞ്ഞാൽ കൽപ്പനീയ എന്ന് പറഞ്ഞാൽ ഇമാജിനേഷൻ. അകൽപ്പനീയ ബിയോണ്ട് ഇമാജിനേഷൻ. വിചാരിക്കുന്നതിനേക്കാളും ഒക്കെ അപ്പുറത്തായിരുന്നു അല്ലേ? ആരെങ്കിലും അങ്ങനെ തോന്നുമോ? സ്വന്തം മകനെ കൊല്ലാൻ വേണ്ടി വിട്ടുകൊടുക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ പന്നാധായായാഹ അത് ഏത് വിഭക്തിയാണ്? പന്നാധായായ ഷഷ്ടി ഏകവചനം. പന്നാധായയുടെ നിർണയഃ അവർ ചെയ്ത കാര്യം. നിർണയഃ അകൽപ്പനീയഃ തസ്യ നിർണയഃ ബിയോണ്ട് ഇമാജിനേഷൻ ആയിരുന്നു. ആസീത് പറഞ്ഞു തന്നെയാണ്. ആസീത് അസ് ധാതുവാണ്, ലങ്ങാണ്. ആസീത് ആസ്താമാസൻ. പിന്നെന്താ? വ്യക്തിഹിതം ന. വ്യക്തിഹിതമല്ല. വ്യക്തിഹിതം എന്ന് പറഞ്ഞാൽ ഇവിടെ ആരെങ്കിലും സ്വന്തം പുത്രനെ കൊണ്ട് കിടത്തുമോ? ഇതുപോലെ ഇല്ല അല്ലേ? അപ്പം വ്യക്തിഹിതം അല്ല. വ്യക്തിഹിതം എന്ന് വ്യക്തി സ്വന്തം കാര്യമല്ല. പിന്നെയോ വ്യക്തിഹിതം ന രാഷ്ട്രഹിതമേവ ശ്രേഷ്ഠം. ശ്രേഷ്ഠം കിം? രാഷ്ട്രഹിതം. രാഷ്ട്രത്തിൻ്റെ ഹിതമാണ് ആവശ്യം. നമ്മുടെ ദേശത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് അല്ലേ? അതുകൊണ്ടാണ് വ്യക്തിഹിതമല്ല രാഷ്ട്രഹിതം. ഇതി രാഷ്ട്രഹിതം ഏവ ശ്രേഷ്ഠം. രാഷ്ട്രഹിതം തന്നെയാണ് ശ്രേഷ്ഠം. ഇതി സാ ജാനാതി സ്മ. ജാനാതി സ്മ ഞാൻ പറഞ്ഞു. ജാനാതി എന്ന് പറഞ്ഞാൽ അറിയുന്നു. അതിൻ്റെ കൂടെ സ്മ ചേർക്കുമ്പോഴത്തേക്ക് എന്ത് വന്നു? പാസ്റ്റ് ടെൻസിൻ്റെ മീനിങ് വന്നു. ലങ്ങിൻ്റെ മീനിങ് വന്നു അല്ലേ? ജാനാതി സ്മ. അപ്പോൾ അവർക്ക് അറിയാമായിരുന്നു. തസ്യാഹ പുത്രസ്തു ദിവംഗതഃ. ദിവംഗതഃ മരിച്ചു. കസ്യാഹ ആരുടെ? തസ്യാഹ എന്ന് വെച്ചാൽ ഷഷ്ടി ഏകവചനം, സ്ത്രീലിംഗമാണ്. സാത്തേതാഹ. അപ്പം തച്ഛബ്ദത്തിൻ്റെ ഷഷ്ടി ഏകവചനം തസ്യാഹ അവളുടെ. കസ്യാഹ ആരുടെയാണ്? പന്നാധായായാഹ പുത്രസ്തു. പുത്രഃ പ്ലസ് തു ആണ്. പുത്രസ്തു പുത്രഃ പ്ലസ് തു. എന്താ പുത്രസ്തു? പുത്രനാകട്ടെ. തസ്യാഹ പുത്രസ്തു ദിവംഗതഃ. ഡൈഡ്, മരിച്ചു അല്ലേ? പരം ബട്ട് സാ മേവാടരാജ്യം ബൻവീരസ്യ കുതന്ത്രാത് അരക്ഷത്. സാ മേവാടരാജ്യം ബൻവീരസ്യ കുതന്ത്രാത് അരക്ഷത്. അസ്യ വാക്യസ്യ ക്രിയാപദം അരക്ഷത്. രക്ഷ് ധാതുവാണ്. രക്ഷതി രക്ഷതഃ രക്ഷന്തിയാണ് ലട്ട്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ലങ്ങാണ്. അരക്ഷത് അരക്ഷതാം അരക്ഷൻ. ഇതിൽ കൂടുതലും നമ്മൾ ഇതിനകത്ത് വന്നതെല്ലാം മിക്കവാറും എന്താ? പാസ്റ്റ് ടെൻസ് ലങ്ങാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ലങ്ങാണ്. അതിൻ്റെ ലട്ട് എങ്ങനെ വന്നു? രക്ഷതി രക്ഷതഃ രക്ഷന്തി. രക്ഷിക്കുന്നു. ഇവിടെ അരക്ഷതെന്ന് രക്ഷിച്ചു. അപ്പോൾ കുതന്ത്രാത് അരക്ഷത്. കം അരക്ഷത്? ആരെ രക്ഷിച്ചു?
മേവാടരാജ്യം എന്നുള്ള കം എന്നുള്ള ചോദിച്ചപ്പോഴത്തേക്ക് ദ്വിതീയ ഏകോചനമാണ് അല്ലേ കം എന്നുള്ളത്. അപ്പോൾ ആൻസർ എങ്ങനെ തന്നെ വരണം, ദ്വിതീയ ഏകോചനത്തിൽ തന്നെ വരണം. അപ്പോൾ കം അരക്ഷത്, മേവാടരാജ്യം അരക്ഷത്, മേവാടരാജ്യത്തെ രക്ഷിച്ചു. മേവാടരാജ്യം എന്നുള്ളത് ദ്വിതീയ ഏകോചനം. ഇനി കസ്യ അരക്ഷത്, ആരെ രക്ഷിച്ചത്? ബെൻവീരസ്യ കുതന്ത്ര, മേവാടരാജ്യം ബെൻവീരസ്യ കുതന്ത്രാത് അരക്ഷത്. അരക്ഷത്, ആരാണ് രക്ഷിച്ചത്? പന്നാഥായ അല്ലേ. കുതന്ത്രാത് അരക്ഷത്, കുതന്ത്രത്തെ നിന്ന് രക്ഷിച്ചു. കസ്യ കുതന്ത്രാത്, ആരുടെ കുതന്ത്രത്തിൽ നിന്നാണ്? ബെൻവീരസ്യ കുതന്ത്ര നിന്ന് രക്ഷിച്ചു, അരക്ഷത്. കാലാന്തരേ സഹയേവ ഉദയസിംഹഃ യുദ്ധേ ബെൻവീരം ഹത്വാ മേവാടരാജ്യസ്യ രാജ അഭവത്. കാലാന്തരേ അന്യകാലം, അതായത് ലേറ്റർ, പിന്നീട്. കാലാന്തരേ സ ഏവ ഉദയസിംഹ, ആ ഉദയസിംഹം തന്നെ, സ ഏവ ഉദയസിംഹ യുദ്ധേ ബെൻവീരം ഹത്വാ മേവാടരാജ്യസ്യ രാജ അഭവത്. സഹ രാജ അഭവത് ഇത് എങ്ങനെയാണ്? ഭൂധാതുവാണ്. അഭവതാം അഭവൻ, ഇതുപോലെ പാസ്റ്റ് ടെൻസ് ഇല്ലാങ്ങ്. രാജ അഭവത്. കഹ രാജ അഭവത്, ആരാണ് രാജാവായി തീർന്നത്? ഉദയസിംഹ അല്ലേ. കഥം, എങ്ങനെ? യുദ്ധേ ബെൻവീരം ഹത്വാ, യുദ്ധേ സപ്തമി ഏകോചനം, യുദ്ധത്തിൽ ബെൻവീരനെ ദ്വിതീയ ഏകോചനം, ഹത്വാ ഹൃധാതുവിനോടുകൂടി ത്വാ എന്നുള്ള പ്രത്യേകം ചേർത്ത് ഹത്വാ, കൊന്നിട്ട് എന്ത് ചെയ്തു? സഹ കാലാന്തരേ സഹ ഉദയസിംഹ രാജ അഭവത്. അപ്പോൾ കാലാന്തരേ ലേറ്റർ, കുറേ നാൾ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ബെൻവീരനെ ഉദയസിംഹം കൊന്നിട്ട് എന്ത് ചെയ്തു? രാജ അഭവത്, മേവാട എന്ന രാജ്യസ്യ രാജ അഭവത്, രാജാവായി തീർന്നു. അവിടെ അഭവത് എന്നുള്ളതും പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ തസ്യ പുത്രഃ ഏവ പരാക്രമീ യോദ്ധാ മഹാറാണാ പ്രതാപഃ. സഹ കസ്യ പുത്രഃ, ആരുടെ പുത്രനാണത്? ഉദയസിംഹസ്യ, അതാണ് ഇവിടെ പറഞ്ഞു നിൽക്കുന്നത്. കസ്യ പുത്രഃ ഉദയസിംഹസ്യ പുത്രഃ മഹാറാണാ പ്രതാപനായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ. സഹ കീദൃശഃ ആസീത്, എങ്ങനെയുള്ള ആളായിരുന്നു? പരാക്രമി വീരത്വമുള്ള ആളാണ്, പരാക്രമം നടത്തുന്ന ആളാണ്. പിന്നെ യോദ്ധ, വാറിയർ, നല്ല യുദ്ധം ചെയ്യുന്ന ആളാണ്. അങ്ങനെയുള്ള ആളാണ്. കഹ മഹാറാണാ പ്രതാപഃ. മഹാറാണാ പ്രതാപഃ കസ്യ പുത്രഃ? ഉദയസിംഹസ്യ പുത്രഃ. സഹ പ്രതാപഃ ശൗര്യേണ ഭാരതീയാനാം ഹൃദയെ ചിരം സ്ഥാനം പ്രാപ്നോത്. സഹ പ്രതാപഃ മീൻസ് മഹാറാണാ പ്രതാപഃ എന്ത് ചെയ്തു? ശൗര്യം എന്ന് പറഞ്ഞാൽ ബ്രേവ്, നല്ല ബ്രേവ് ആയിട്ടുള്ള ആളാണ്, ധൈര്യശാലി. ശൗര്യേണ തൃതീയ ഏകവചനമാണ്. ശൗര്യത്താൽ ഭാരതീയാനാം ഹൃദയേ, ഭാരതീയരുടെ ഹൃദയത്തിൽ, ഭാരതീയാനാം ഷഷ്ടി ബഹുവചനം, ഭാരതീയരുടെ ഹൃദയത്തിൽ സപ്തമി ഏകവചനം, ഹൃദയെ ചിരം സ്ഥാനം പ്രാപ്നോ. ചിരം സ്ഥാനം എന്ന് പറഞ്ഞാൽ കുറേ നാൾ നിലനിന്നു എന്നാണ്, ഫോർ എ ലോങ് ടൈം, ചിരം എന്നുള്ള അർത്ഥം. എല്ലാവരുടെയും ഹൃദയത്തിൽ ചിരം, വളരെ കാലം ഉണ്ടായിരുന്നു. ആര്? മഹാറാണാ പ്രതാപഃ. ഏത് രീതിയിലാണ്? ശൗര്യേണ ഭാരതീയാന ഹൃദയെ ചിരം സ്ഥാനം പ്രാപിച്ചു. കഥ്യതേവ, അതുകൊണ്ട് കഥ്യതേ പറയുന്നു. എന്താ പറയുന്നത്? യദി പന്നാഥായ സ്വപുത്രസ്യ ബലിദാനം ന അകരിഷ്യത് തർഹി ഉദയസിംഹഃ ന ഭവിഷ്യത്. യദി പന്നാഥായ സ്വപുത്രസ്യ ബലിദാനം ചെയ്തില്ലായിരുന്നു എങ്കിൽ, ന അകരിഷ്യത് ചെയ്തില്ലായിരുന്നു എങ്കിൽ, തർഹി ഞാൻ പലരും പറഞ്ഞു തന്നിട്ടുണ്ട്. യദി വൈദ്യുതീയ സ തർഹി യന്ത്രം ചലയത്, യദി ഇഫ് എന്നുള്ള അർത്ഥത്തിൽ. കൊന്നില്ലായിരുന്നു എങ്കിൽ എന്ത് ചെയ്തേനെ? തർഹി ഉദയസിംഹ ന ഭവിഷ്യത്, ഉദയസിംഹനെ ഉണ്ടാകില്ല. കാരണം എന്താണ്? ഉദയസിംഹ ന ഭവിഷ്യത് യദി പന്നാഥായ സ്വപുത്രസ്യ ബലിദാനം ന അകരിഷ്യത്, ബലിദാനം ചെയ്തില്ലായിരുന്നെങ്കിൽ
ഉദയസിംഹ ഉദയസിംഹൻ ഉണ്ടാവുമായിരുന്നില്ല, കൊല്ലില്ലേ. പിന്നെ യതി ഉദയസിംഹ ന അഭവിഷ്യത്, യതി ഉദയസിംഹമില്ലായിരുന്നുവെങ്കിൽ തർഹി മഹാറാണ പ്രതാപ അപി ന അഭവിഷ്യത്. മഹാറാണ പ്രതാപ അപി എന്ന് പറഞ്ഞാൽ ഓൾസോ എന്നുള്ള അർത്ഥം. അതെന്താണ്? ഒരു അവ്യയമാണ്. അതും ന അഭവിഷ്യത്, ഉണ്ടാകുമായിരുന്നില്ല. പന്നാഥായാഹ ത്യാഗഃ ശൗര്യം ച ജഗതി ആചന്ദ്രാർക്കം തിഷ്ടതി. അസ്മിൻ വാക്യേ ക്രിയാപദം തിഷ്ടതി ധാതുവാണ്. തിഷ്ടതി, തിഷ്ടതഃ, തിഷ്ടന്തി, അത് എന്താണ്? ലട്ടാണ്. ലട്ട് പ്രസന്റ് ടെൻസ് അല്ലേ. അപ്പോൾ അതിൻ്റെ ലങ് എങ്ങനെ വരും? അധിഷ്ഠതാം, അധിഷ്ഠൻ. മനസ്സിലായില്ലേ? അപ്പോൾ പന്നാഥായാഹ ത്യാഗഃ ശൗര്യം ച ജഗതി. ജഗതി എന്ന് പറയുന്നത് ജഗത്ത് എന്നുള്ള ശബ്ദത്തിൻ്റെ സപ്തമി ഏകവചനമാണ്. ജഗത്തിൽ. ജഗത്ത് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ, വേൾഡ്. അതായത് ജഗതി ആ ചന്ദ്രാർക്കം തിഷ്ടതി. ആ ചന്ദ്രാർക്കം ചന്ദ്രനും അർക്കനാരാണ്? സൂര്യൻ. ചന്ദ്രഹ അർക്കഹ, ഈ രണ്ടും ഉള്ളിടത്തോളം കാലം എന്നുള്ള അർത്ഥമാണ്. എപ്പോഴെങ്കിലും ഇല്ലായിരിക്കുമോ? എപ്പോഴും ഉണ്ടല്ലോ ചന്ദ്രനും സൂര്യനും അല്ലേ. അപ്പോൾ ആ ചന്ദ്രാർക്കം, ചന്ദ്രനും സൂര്യനും ഉള്ളത് വരെ എന്തു ചെയ്യും? തിഷ്ടതി, എന്ത് നിൽക്കും? ആ അദ്ദേഹത്തിൻ്റെ പേര് എപ്പോഴും നിലനിൽക്കും എന്നുള്ള അർത്ഥമാണ്. ജഗതി കുത്ര? ജഗതി, ജഗത്തിൽ, ഈ വേൾഡിൽ, ഈ ലോകത്തെ, യൂണിവേഴ്സിൽ. പന്നാഥായാഹ ത്യാഗ ആരുടേതാണ്? പന്നാഥായയുടെ ത്യാഗ ശൗര്യം. ത്യാഗം എന്ത് ത്യാഗമാണ് ചെയ്തത്? സ്വന്തം പുത്രനെ പിന്നെ ഉദയസിംഹത്തിന് പകരമായിട്ട് കൊല്ലാനായിട്ട് കൊടുത്തില്ലേ അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്? രാഷ്ട്രഹിതം അങ്ങനെയാണ്. അതുകൊണ്ട് രാഷ്ട്രഹിതത്തിന് വേണ്ടി ചെയ്തതാണ്. രാഷ്ട്രത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ പന്നാഥായാഹ ത്യാഗ ശൗര്യം എന്ന് പറഞ്ഞാൽ ബ്രേവ് ഈ രണ്ടും ജഗതി ആ ചന്ദ്രാർക്കം തിഷ്ടതി. ഈ ജഗത്തിൽ ചന്ദ്രനും സൂര്യനും ഉള്ളിടത്തോളം കാലം നിലനിൽക്കുന്നു. അപ്പോൾ സ്ഥിരമായിട്ട് നിലനിൽക്കും എന്ന് പറഞ്ഞ അർത്ഥം. ഭാരതീയേ ഇതിഹാസേ വീരാംഗനാനാം ഗണനാസു പന്നാഥായ മഹത്തമം സ്ഥാനം പ്രാപ്നോത്. ഭാരതീയേ ഇതിഹാസേ എന്ന് പറഞ്ഞാൽ സപ്തമി ഏകവചനം. അതുകൊണ്ട് ഭാരതത്തിൻ്റെ ഇതിഹാസം അങ്ങനെ തന്നെ പറയണം. ഭാരതീയേ ഇതിഹാസേ, ഭാരതത്തിൻ്റെ ഇതിഹാസത്തിൽ, അതും സപ്തമി തന്നെ വരണം. ഇതിഹാസത്തിൽ വീരാംഗനാനാം ഗണനാസു, വീരാംഗനമാരുടെ, ഷഷ്ടി ബഹുവചനം, വീരാംഗനാനാം ഗണനാസു ഏത് വിഭക്തി? സപ്തമി ബഹുവചനം. എണ്ണുന്നതിൽ, ഗണനങ്ങളിൽ. പന്നാഥായ മഹത്തമം സ്ഥാനം പ്രാപ്നോത്. പന്നാഥായ മഹത്തമം സ്ഥാനം. മഹത്തമം ഇംഗ്ലീഷ് നിങ്ങൾ പഠിച്ചാണ്, ബെറ്റർ, ബെസ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ. അതിൽ അപ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ബെസ്റ്റ് എന്ന് പറയില്ലേ, ബെറ്റർ, ബെസ്റ്റ്. അപ്പോൾ ഇവിടെ ബെസ്റ്റാണ്. എന്താണ്? മഹത്തമം. അപ്പോൾ അതിൻ്റെ പിന്നെ കമ്പാരിറ്റീവ് എങ്ങനെ ഒരു മഹത്തരം, മഹത്തമം. മഹത്തരമാണ് അതിൻ്റെ ബെസ്റ്റ് എന്നുള്ളത്. മഹത്തമം. ഇത് കമ്പാരിറ്റീവ് ഡിഗ്രി, ഇത് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇത് ബെസ്റ്റ്, ഇത് ബെറ്റർ. അപ്പോൾ ഭാരതീയ ഇതിഹാസേ വീരാംഗനാനാം ഗണനാസു, വീരാംഗനമാരുടെ ഗണനങ്ങളിൽ പന്നാഥായ എങ്ങനെ നിൽക്കുന്നു? ബെസ്റ്റാണ്. മഹത്തമം സ്ഥാനം പ്രാപ്നോത്, ഏറ്റവും ബെസ്റ്റ് സ്ഥാനത്താണ്. പന്നാഥായാഹ ബലിദാനം സർവാൻ ശൗര്യം രാഷ്ട്രഭക്തിം കർത്തവ്യനിഷ്ഠാം ബലിദാനം വിവേകം ച ശിക്ഷയതി. പന്നാഥായാഹ ബലിദാനം എന്തിനൊക്കെയാണ് ശിക്ഷയതി? ശിക്ഷയ്ക്കെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി തരുന്നു, നമ്മൾക്ക് എന്തെല്ലാം മനസ്സിലാക്കി തരുന്നു. ഏതാണ്? സർവാൻ ബലിദാനം, സർവാൻ എല്ലാവരെയും ദ്വിതീയ ബഹുവചനം, എല്ലാവരെയും എന്ത് ചെയ്യുന്നു? ശൗര്യം, എല്ലാവരിലും ശൗര്യം ഉണ്ടാക്കണം. രാഷ്ട്രഭക്തി ഉണ്ടാക്കുന്നു. കർത്തവ്യനിഷ്ഠ, കർത്തവ്യബോധം ഉണ്ടാക്കുന്നു. ബലിദാനം സ്വന്തം ജീവൻ പോലും ത്യജിച്ച് രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രാഷ്ട്രത്തെ. പിന്നെ വിവേകം എന്ന് പറഞ്ഞാൽ തിരിച്ചറിയുക, വിവേകം, നോളജ് എന്നുള്ള അർത്ഥത്തിൽ. ശിക്ഷ, ഇതെല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നു എന്നാണ്.
അതുപോലെ ഉച്യതേവ, അതുകൊണ്ട് ഉച്യതേ പറയപ്പെടുന്നു. എന്താണ് പറയുന്നത്? യദി പന്നാഥായ ന ഭവിഷ്യത് തർഹി കുതോ രാണാപ്രതാപഃ. യദി പന്നാഥായ ന അഭവിഷ്യത്, ന പ്ലസ് അഭവിഷ്യത്, ഇല്ലായിരുന്നു എങ്കിൽ, ആരാണ്? പന്നാഥായ, ഇല്ലായിരുന്നുവെങ്കിൽ, തർഹി. അപ്പം ഈ വരുമ്പോൾ തന്നെ തർഹിയും വരും അവിടെ. കുതോ റാണപ്രതാപഃ, എവിടെയാണ് റാണപ്രതാപൻ? റാണപ്രതാപൻ ഉണ്ടാകുമായിരുന്നോ? ഉദയസിംഹം മരിച്ചു പോവില്ലായിരുന്നോ? ഇല്ല അല്ലേ? പിന്നെ പന്നാഥായ ഇല്ലായിരുന്നെങ്കിൽ അപ്പോൾ റാണാപ്രതാപനും ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നത് പിന്നെ പന്നാഥായയുടെ ത്യാഗത്തെയും ഒക്കെ കുറിച്ചിട്ടാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ആ ചന്ദ്രാർക്കം കിം തിഷ്ടതി, ആ ചന്ദ്രാർക്കം എന്താണ്? പന്നാഥായാഹ ത്യാഗഃ ശൗര്യം ച ജഗതി ആ ചന്ദ്രാർക്കം തിഷ്ടതി. ആ ചന്ദ്രാർക്കം മീനിങ് മനസ്സിലാക്കിക്കോണം, തിഷ്ടതി. അപ്പോൾ ഈ ലെസൺ ഇവിടെ തീരുകയാണ്. ഇതിനകത്ത് കൂടുതലും നമുക്ക് വന്നിരിക്കുന്നത് ലങ് എന്ന വെർബാണ് കൂടുതലും വന്നിരിക്കുന്നത്. അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്, പേജ് നമ്പർ 131 നോക്കിക്കോളൂ. 31 പഠ് ധാതുഹു, പഠ് ധാതുവിൻ്റെ പരസ്മൈപതിയാണ്. അന്ന് ഞാൻ പറഞ്ഞു തന്നു, വെർബ് പരസ്മൈപതിയെന്നും ആത്മനേപതിയെന്ന് 2 തരത്തിലുണ്ട്. അതിലെ പരസ്മൈപതിയാണ് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ ലങ്ങാണ്. ലങ് എന്തിനെ കാണിക്കുന്നു? പാസ്റ്റ് ടെൻസ്. അതാണ് കൊടുത്തിരിക്കുന്നത്. ലങ് ലകാരഃ ഭൂതകാലേ ഏതസ്യ ലകാരസ്യ പ്രയോഗഃ ഭവതി. ഭൂതകാലത്തിലാണ് ഇത് പ്രയോഗിക്കുന്നത്. ആദ്യം പ്രഥമപുരുഷൻ പഠ് ധാതുവിൻ്റെ കൊടുത്തിട്ടുണ്ട്. അവർ നിങ്ങൾ നോക്കിയാൽ മതി. പേജ് നമ്പർ 131 താഴെ ഏകവചനം അപഠത്, പഠിച്ചു. ദ്വിവചനം അപഠതാം, ബഹുവചനം അപഠൻ. ഇനി മധ്യപുരുഷം വന്നപ്പോൾ അപഠഃ, ദ്വിവചനം അപഠതം, ബഹുവചനം അപഠത. ഉത്തമപുരുഷം വന്നപ്പോൾ അപഠം, അപഠാവ, അപഠാമ. ഇത്രയാണ്, ഇങ്ങനെയാണ് വരുന്നത്. അതേപോലെ കുറേ നമ്മൾ പഠിച്ച ഈ പാഠത്തിൽ നിന്ന് കുറേ നിങ്ങൾ നോക്കി എഴുതുക. പിന്നെ അതിന് നെക്സ്റ്റ് പേജ് 132 മുകളിൽ കൊടുത്തിരിക്കുന്ന വയം വാക്യേഷു ലങ് ലകാരസ്യ പ്രയോഗം പഠാമഹ എങ്ങനെ വരുമെന്നുള്ളതാണ്. ആദ്യം ഉദാഹരണം, പ്രഥമപുരുഷനിൽ ബാലകഃ പാഠം അപഠത്. ബാലകഃ ബാലൻ, പാഠം പാഠത്തെ, അപഠത് പഠിച്ചു. അപ്പോൾ സിംഗുലറാണത്, അതുകൊണ്ടാണ് അവിടെ പിന്നെ ഇത് വന്നത്. ഇനി അടുത്തത് ദ്വിവചനം വന്നപ്പോൾ ബാലകൗ, ബാലകഃ ബാലകൗ, ബാലകൗ പാഠം അപഠതാം. മാറ്റമില്ലാത്ത ഏതാണ്? ഈ പാഠത്തിന് മാത്രമാണ് അല്ലേ. ഇനി ബഹുവചനം വന്നപ്പോൾ ബാലകാഹ പാഠം അപഠൻ. അപ്പം ബാലകഃ ബാലകൗ ബാലകാഹ, അപഠതാം അപഠൻ. മനസ്സിലായില്ലേ? അടുത്തത് മധ്യപുരുഷൻ എങ്ങനെയൊക്കെയാണ് വരുന്നത്? ത്വം പാഠം അപഠഃ, നീ പാഠം പഠിച്ചു. ത്വം മധ്യപുരുഷനല്ലേ വരുന്നത്. അപ്പോൾ അപഠഃ. നീ മധ്യപുരുഷൻ ദ്വിവചനം വന്നപ്പോൾ യുവാം പാഠം അപഠതം, നിങ്ങൾ 2 പേർ പാഠം പഠിച്ചു, പാഠത്തെ പഠിച്ചു. നീ യൂയം പാഠം അപഠത, നിങ്ങളെല്ലാവരും പാഠത്തെ പഠിച്ചു. അപ്പോൾ ത്വം യുവാം യൂയം, അപഠഃ അപഠതം അപഠത. ഇനി ഉത്തമപുരുഷം വന്നപ്പോൾ അഹം പാഠം അപഠം, ഞാൻ പാഠത്തെ പഠിച്ചു. ദ്വിവചനം ആവാം പാഠം അപഠാവ, ഞങ്ങൾ 2 പേർ പാഠത്തെ പഠിച്ചു. ബഹുവചനം വയം പാഠം അപഠാമ, ഞങ്ങളെല്ലാവരും പാഠത്തെ പഠിച്ചു. അവിടെ അഹം ആവാം വയമാണ് ഏകവചനം, ദ്വിവചനം, ബഹുവചനം. അപ്പോൾ അതിൻ്റെ ഏകവചനത്തെ വരുന്നത് അപഠം, ദ്വിവചനം വന്നപ്പോൾ അപഠാവ, ബഹുവചനം വന്നപ്പോൾ അപഠാമ. ഈ രീതിയിലാണ് പ്രയോഗിക്കുന്നത്. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അപ്പം നിങ്ങൾ ടെക്സ്റ്റിനെ നോക്കിയാൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് പിന്നെ ലങ് വന്നിരിക്കുന്നത് നോക്കിയിട്ട് അത് എഴുതി നോക്കുക. ഈ 3 പുരുഷനിലും പ്രഥമപുരുഷൻ, മധ്യപുരുഷൻ, ഉത്തമപുരുഷൻ എഴുതി നോക്കുക എങ്ങനെയാണ് ഏകവചനം, ദ്വിവചനം, ബഹുവചനം. അപ്പോൾ ഇനി അടുത്ത ദിവസം ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.